മീ ഫംബ്ലിംഗ് ഓഫ് ഫ്ലാറ്ററിങ്, ഇതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടത് എന്നല്ലേ. അതുകൊണ്ട് കാഴ്ചശക്തി ഇല്ലാന്നാണ് ആയിട്ട്. ദ റൈറ്റർ സേസ് ഇറ്റ് വാസ് എ യൂണിവേഴ്സ് വെർ ദ ഫസ്റ്റ്. അപ്പോൾ ലോകത്തിലേക്ക് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയ പ്രായം മുതൽ ഞാൻ ലോകത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ദാറ്റ് ഐ ലോസ്റ്റ് മൈ സൈറ്റ് വെൻ ഐ ഡിഡ് ബിക്കോസ് ഹാവിങ് നോ മെമ്മറീസ് ഓഫ് സീയിങ്. അല്ലേ, എനിക്ക് അത് കണ്ട് ഇത് കണ്ട് എന്ന് പറയാനുള്ള ഓർമ്മയൊന്നുമില്ല, കാരണം ഞാനൊന്നും കണ്ടിട്ടില്ല. 3 വയസ്സ് മുതൽ എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആൻഡ് നത്തിങ് ടു ലുക്ക് ബാക്ക് ടു ആൻഡ് നത്തിങ് ടു മിസ്. എനിക്ക് അതുകൊണ്ട് തന്നെ എന്തും അത് കണ്ടില്ല, ഇത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് അത് ഇല്ലാന്നേ പറയാനുള്ളൂ. നത്തിങ് ടു മിസ് അല്ല, നത്തിങ് ടു ഡു, നത്തിങ് ടു സീ, നത്തിങ് ടു എന്നൊക്കെ പറയാനുള്ളൂ. ഐ വെൻറ്റ് ബ്ലൈൻഡ് ഇൻ നവംബർ 1939. നവംബർ 37 1937 അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. അറ്റ് ദാറ്റ് ടൈം വി വർ ലിവിങ് ഇൻ ഗുജറാത്ത്. സമയത്ത് അവരെവിടെ താമസിക്കായിരുന്നു? ഗുജറാത്തിൽ താമസിക്കുകയായിരുന്നു. ദ പ്രൊവിൻസ് ഓഫ് പഞ്ചാബ് ഇൻ നോർത്തേൺ ഇന്ത്യ. നോർത്തേൺ ഇന്ത്യ പഞ്ചാബിലെ ഒരു ഭാഗമാണ് ഗുജറാത്ത്. അവിടെ 1937 വർഷമെത്തിയപ്പോഴേക്കാണ് നമ്മുടെ എഴുത്തുകാരന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. ആഫ്റ്റർ മൈ സിക്നസ് ടു മൂവ് ടു ലാഹോർ എ ഫ്യൂ മൈൽസ് അവേ, but the number of relatives who came to symbolize to make father asked another transfer. This time കാരണം അപ്പോൾ എൻ്റെ അച്ഛന് ജോലി, എൻ്റെ അച്ഛൻ നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരാളായതുകൊണ്ട് എൻ്റെ അച്ഛന് ജോലി ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് ഞങ്ങൾ മാറാൻ ശ്രമിച്ചിരുന്നു. where we had neither friends nor relatives. there we got a cottage on the canal bank. ഓരോ ചിലപ്പോൾ ക്വാർട്ടേഴ്സ് ഒക്കെ താമസിക്കാൻ കിട്ടും. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്തായാലും അത്യാവശ്യം കുറവായിട്ടുണ്ടാവുക. the stage of complete inaction therefore followed by blindness in part of us due to immediate shock of illness. But more important still, the difficult situation was caused by ignorance and potentialities of blind child, since the only blind person my parents saw were beggars. അപ്പോൾ കുട്ടികളെ കണ്ണ് കാണാതെ ആയാൽ ബെഗേഴ്സ് ആവണം എന്ന്, ബെഗേഴ്സ് അതായത് യാചകർ, കുട്ടികൾക്ക് കണ്ണ് കാണാതെ ആയാൽ യാചകരാക്കണം എന്നാണ് പൊതുവെ ഒരു വിശ്വാസം എന്നാണ് പറയുന്നത്. ബട്ട് നൗ മൈ ഫെയ്റ്റ് ഓർ മൈ വിൽ ഓഫ് ഗോഡ്, പക്ഷേ എൻ്റെ വിധി, ദൈവം എനിക്ക് എന്താണ് വിധിച്ചത്? ബ്ലൈൻഡ്നെസ് ഹാഡ് സ്ട്രക്ക് ഓൺലി എ ചൈൽഡ് ഓഫ് ദ വെൽ ടു ഡു ബട്ട് ഓൺ എ എക്സ്റ്റെൻഡ്ലി ട്രെയിൻഡ് ഡോക്ടർ ഹു ഫൗണ്ട് ഹിസ് ട്രെയിനിങ് ഓഫ് ഹിസ് ഇൻസ്റ്റന്റ് അഡ്ലസ് സ്റ്റിൽ ആൻഡ് വൈഡ് മെഡിക്കൽ എക്സ്പീരിയൻസ് ഹാഡ് പ്രിപ്പയർഡ് ഹിം ഫോർ an extent of his tragedy, and he understand that any course of action must begin with the realization that I would be blind for the rest of my I would be blind. ഞാൻ എപ്പോഴും ബ്ലൈൻഡ് ആയിരിക്കും. എപ്പോൾ? ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇനിയുള്ള എൻ്റെ ബാക്കി ജീവിതത്തിൽ ഫുള്ള് ഞാൻ ബ്ലൈൻഡ് ആയിരിക്കുമെന്ന് ആര് വിധി എഴുതി? അദ്ദേഹത്തെ പരിശോധിച്ച മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് വിധി എഴുതി എന്നാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. Was the writer father happy? So many relatives came to sympathize with them that their son has gone blind. അപ്പോൾ ഒരച്ഛൻ, ഇതിലൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വാസ് ദ റൈറ്റർ ഫാദർ ഹാപ്പി? നമ്മളെ റൈറ്റേഴ്സ് ഫാദർ, നമ്മുടെ എഴുത്തുകാരുടെ അച്ഛൻ ഹാപ്പി ആവോ? ഓരോരുത്തരും നിങ്ങളുടെ സഹതാപത്തോടെയുള്ള ചോദ്യം. നിങ്ങളുടെ മകന് കണ്ണ് കാണില്ലല്ലേ, നിങ്ങളുടെ മകന് കണ്ണ് കാണില്ലല്ലേ, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സഹതാപത്തോടെ ചോദിച്ചാൽ ഏതൊരച്ഛനും പെട്ടെന്ന് എന്താവുക? ദേഷ്യം വരികയല്ലേ ചെയ്യല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് എന്താണ്? My mother on the other hand to convince the rehearsal by sight world never returned. She did not have accepted that situation and to medical experience she did not have the medical experience of my father. She blamed something her past of the tragedy. എൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തത്തിന് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ പോയ വഴിക്കല്ല പോയത്. അച്ഛൻ മെഡിക്കൽ എത്തിക്സിലെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി, അമ്മ അങ്ങനെയല്ല പോയത്. ദ ഫാമിലി പണ്ഡിറ്റ് upon who advised mother to relied almost from childhood was called in consult. He knows more about religion and science, mother said to pride. Then mother pandit our province. I was taken before him. A long time I say the mother's lap when he lost his thought. അമ്മ മകന് അമ്മൻ്റെ റിലേറ്റീവ്സിലെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു ഇത് ഒരു പക്ഷേ ഈ ഒരു ട്രാജഡി ഭാവിയിലേക്ക് മാറുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മ സമാധാനിപ്പിക്കാൻ എന്നെ മടിയിൽ കിടത്തി തലയിൽ തഴുകുമായിരുന്നു. ആഫ്റ്റർ എ while he took my hand, explained the lines, he looked at the mother and he studied her forehead, mumbling steadily. He said the fount of his iniquity and more pandits would have to be consulted. At his request they were called and questioned as that astonishment could be made, and they all agreed to that, doing penance to her sin. My mother could improve my chance and read the sight. They prescribed method ranging from the incessant prayers and സ്ട്രെനസ് ഫിസിക്കൽ എക്സ്റ്റേഷൻസ്. പ്രാർത്ഥനകളും മന്ത്രങ്ങളും യാഗങ്ങളൊക്കെ ചെയ്യാനാണ് ഇവരുടെ അമ്മ ശ്രമിച്ചത്.
ആൻഡ് ഫോർ ദേ അഗ്രി ടു പെർഫോം പാർട്ട് ഓഫ് നെസസറി റിലീജിയസ് സെറിമണീസ് അല്ലേ. അതായത് ഷീ ഫുൾ ടൈം എൻഗേജ്ഡ് ടു റിലീജിയസ് സെറിമണീസ്. അദ്ദേഹം എന്താ മതപരമായ ചടങ്ങുകളിൽ അമ്മ എന്തായി മാറി, ഇൻവോൾവ് ആയി മാറി. എന്തിന്? മകന് കാഴ്ചശക്തി കിട്ടാൻ. അതായത് യാഗങ്ങളും പ്രാർത്ഥനകളും ഇതൊക്കെ ചെയ്തു എന്നാണ് അർത്ഥം. ഈച്ച് പണ്ഡിറ്റ് അഡ്വൈസ്ഡ് കെയർഫുള്ളി ടു നീഡഡ് സിൻസ് ഈച്ച് ഓരോ പണ്ഡിതന്മാരും പറയും ശരിയാവുന്നെന്നാണ് പറയുക. സിൻസ് മൈ മദർ ന്യൂ ദാറ്റ് മൈ ഫാദർ വുഡ് ലിസ്ലൈക്ക് സച്ച് മെത്തേഡ് ഷീ കെപ്റ്റ് ദം സീക്രട്ട് മേക്കിംഗ് ഹാർഡ് ഇറ്റ് ഹെർസെൽഫ്. അപ്പോൾ അച്ഛൻ ഇഷ്ടമല്ല അമ്മ ഇങ്ങനെ പോണതൊന്നും, ഇങ്ങനെ മന്ത്രം യാഗം. അപ്പോൾ അച്ഛൻ കാണാതെ അമ്മയുടെ ഒരു വിശ്വാസത്തിന് മകന് കാഴ്ചശക്തി കിട്ടാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടർന്നു. Along with this religious council, there were a series of visits of Hawkins, as followed by Greek സിസ്റ്റം ഓഫ് മെഡിസിൻ. അത് ഗ്രീക്കിലെ സിസ്റ്റം ഓഫ് മെഡിസിനെ സംബന്ധിച്ചുള്ള എന്തോ ഒരു ചെറിയൊരു കൗൺസിൽ സംഭവം ഉണ്ട് എന്നൊക്കെ അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ദീസ് സ്ക്വാഡ്സ് പ്രിസ്ക്രൈബ് ദ കൺസേൺ ഡ്രോപ്സ് ഓഫ് ഹിസ് മൈസ് ദ സുർമാസ് വെൻ വിൽ അഡ്മിനിസ്ട്രേറ്റഡ് ആൻഡ് ഹവേഴ്സ് ഓഫ് ദ ഡേ ടു നൈറ്റ് ആൻഡ് ബേൺ ടു സ്റ്റെക്ക് മൈ ഐസ് ആൻഡ് ഓൺലി ദ സ്മൂത്തിങ് പാർട്ട് ഓഫ് മിസറബിൾ ഓർഡിൽ വാസ് ലാവിങ് കെയർസ് മദർ ആഫ്റ്റർവേർഡ്. അതായത് കണ്ണിൽ എന്തോ തേക്കാനും കൊടുക്കും, സുർമ പോലെ എന്തോ എഴുതിയിട്ട കുറേ മണിക്കൂർ ഒരു ഗ്രീക്ക് മിത്തോളജി പ്രകാരമുള്ള എന്തോ ഒരു യാഗം നടത്തിയിട്ട് കിട്ടിയൊരു അറിവാണ്. അപ്പം അമ്മ ഇവരെ കണ്ണിൽ അതൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അമ്മയുടേതായ രീതിയിൽ റിലീജിയസ് സെറിമണീസിൽ വിശ്വസിച്ചു. One night when my mother was administrating of these side drops, I was protesting with loud cries. My father unexpectedly returned. He asked and told him why I was crying. He was very angry. ഒരു ദിവസം അമ്മ അങ്ങനത്തെ ഒരു മരുന്നിട്ടപ്പോൾ പെട്ടെന്ന് അലറിക്കരഞ്ഞു, എന്തോ എരിച്ചിലോ വേദന എടുത്തു. അപ്പോൾ അച്ഛൻ ഓടി വന്ന് ചോദിച്ചു, വൈ യു ക്രൈ, നീ എന്തിനാണ് കരയുന്നത്? ഐ വാസ് വെരി ആംഗ്രി. മൈ ഫാദർ വാസ് വെരി ആംഗ്രി. അച്ഛൻ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. And he forbade her make no more visit to Takim and strictly prohibited her purchase any more of surmas. Then he gently lifted from the arms and took me away. അങ്ങനെ എൻ്റെ മകൻ്റെ കണ്ണിൽ എന്തിനാ സുറുമ പോലെ സംഭവം തേച്ച് കണ്ണങ്ങനെ ചൂടായിട്ട് അച്ഛൻ മകനെ കോരിയെടുത്ത് പുറത്തേക്ക് പോയി. ആൻഡ് ലിഫ്റ്റഡ് മീ ആംസ് ആൻഡ് അമ്മ മകനെ കോരിയെടുക്കുന്നു. ആൻഡ് ടുക്ക് മീ അവേ വിത്ത് സ്റ്റെഡ്ലി ഹാൻഡ്സ്. ഹി ബാത്ത്ഡ് മൈ സ്റ്റിക്കിംഗ് ഐസ് ആഫ്റ്റർ ദ ഇൻസിഡന്റ്. അങ്ങനെ അച്ഛനാണ് കഴുകി കൊടുത്തിട്ട് കണ്ണ്. Even though we stopped the going to Hakim's now at application surmas continued till was 11, but they were very mild and my mother always obtained my consent of advance. എന്നാലും അമ്മയ്ക്ക് ഒരു സമാധാനം, എൻ്റെ മകന് കണ്ണിന് കാഴ്ച കിട്ടാണേ എന്നാണ് എപ്പോഴും പ്രാർത്ഥനയാണ്. She began letting to me about the house and myself and discovered myself and ran to the she credited the Hakim of the stringing drums and every evening she would be heard to hang up before my face and ask me tell her where it was. അങ്ങനെ അമ്മ എപ്പോഴും മകനെ കെയർ ചെയ്തുകൊണ്ട് എപ്പോഴും നോക്കുന്ന ഒരു അമ്മയായിരുന്നു. ആൻഡ് ഷീ യൂസ്ഡ് ടു ഷേക്ക് ഹെർ ഹാൻഡ് ബിഫോർ ഷീ ഹാഡ് ആൻഡ് protects and the air currents helped me to spoil it. But she wasn't satisfied with this and she wanted to tell her whether to light was open. When he failed his rest, she was unhappy again, but I soon caught to listen the click and switch the and although my case of there was an obstacle that seemed to unmemorable incident. My father still person, he knew my saying to me my teachers became pamped to the child. He realized that my ഡിഫിക്കൽട്ടി പ്ലേയിങ് ടു നോർമൽ ചിൽഡ്രൻ. അങ്ങനെയാണ് നമ്മുടെ അച്ഛൻ അവസാനം നമ്മളെ റൈറ്റർ എവിടെ കൊണ്ട് ചേർക്കുന്നു, സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ മകന് നല്ലൊരു ഭാവിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ മകനെ നന്നായി പഠിപ്പിച്ചു. അറ്റ് ലാസ്റ്റ് ഷീ പ്ലേസ് ഹർ ഫെയ്ത്ത് ഇൻ മൈ ഫാദേഴ്സ് സുപ്പീരിയർ ജഡ്ജ്മെൻറ്റ് ഇൻ ഹർ ക്വൈറ്റ് ഷി വാസ് എ ഡോക്ടർ. അച്ഛൻ പറഞ്ഞിരുന്നല്ലോ പണ്ട് എൻ്റെ മകന് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെയാണ് അച്ഛൻ പറഞ്ഞത് അല്ലേ. അച്ഛൻ എന്താ പറഞ്ഞത്? മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ. എൻ്റെ മകൻ ഒരിക്കലും ബെഗർ അല്ല, അവന് ഞാനൊരു ബെഗർ ആക്കത്തില്ല. കാരണം ആ ഒരു കൺട്രീസിൽ അവർ ശാപം 3 വയസ്സിലെ ശാപമാണ്. അങ്ങനെ കുട്ടികൾ എന്തായി മാറും? ബെഗറായി മാറും എന്നൊക്കെയാണ് വിശ്വാസം. ആ അച്ഛൻ കഷ്ടപ്പെടുന്ന മകനെ പഠിപ്പിച്ചു. നമ്മുടെ റൈറ്റർ, നമ്മുടെ എഴുതിയ റൈറ്ററുടെ പേര് വേദ് മെഹ്ത്ത എന്നാ ഫുൾ നെയിം. മിസ്സുടെ പേര് ഇതിൽ വേദ് VED ആണ്, വേദാസ് എന്നാണ് വായിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ റൈറ്ററുടെ പേര് തന്നെയാണ്, നമ്മൾ എഴുതുന്നതും റൈറ്ററാണ്. റൈറ്റർ ഒരു അനുഭവമാണ്, ഒരു ഓട്ടോബയോഗ്രഫിയാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ചെന്തായി ഡോക്ടറായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നൊരു സംഭവമാണ് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്ത് പറയും? തൻ്റെ അച്ഛനോടുള്ള നന്ദിയാണ് അദ്ദേഹം, നന്ദിയും കെയറും ലവിങ്. കണ്ടോ, ദ റൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലവ് ആൻഡ് കെയറിങ് ടു അവർ ലൈഫ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട, നമുക്ക് കിട്ടിയ ഇതും ഒക്കെ കൂടി നമ്മളിപ്പോൾ
ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥ ഇതോടുകൂടി ഇവിടെ അവസാനിക്കും.